എന്താണാവോ അടുത്ത ഉദ്ദേശം? എന്തിനാ ഇങ്ങോട്ട് കെട്ടിയില്ലേ? ചെക്കൻ്റെ വീട്ടിലേക്ക്. ആരെ? അല്ല, കല്യാണം ആലോചിച്ച് വന്ന ചെക്കൻ്റെ വീട്ടിലേക്ക് ഞാനും പോവാം, കന്മിത്താത്തയുടെ കൂടെ. ഞാൻ പറഞ്ഞോളാം അവരോട്. വേണ്ട, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നിന്നെ വിശ്വസിക്കണോ അല്ലേ? എനിക്കൊന്നും അറിയില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങനൊന്നും ഞാൻ നിന്നെ ഈ കണ്ണീരിൽ അല്പമെങ്കിലും സത്യമുണ്ടോ? പണ്ട് LP സ്കൂളിലേക്ക് തോളത്തിരുത്തി കൊണ്ടുപോയിരുന്ന രുക്മിണിയെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ പിണങ്ങുമ്പോൾ കിണങ്ങിക്കറിയുന്ന അന്നത്തെ രുക്മിണിയുടെ കണ്ണീരേ എനിക്ക് വിശ്വാസമാണ്. അതുപോലെ വിശ്വസിക്കാവോ? ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെയോ? സോറി. പ്രമോദ് ആൻഡ് അക്ഷര, നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീനിൽ അക്ഷരയുടെ എനിക്ക് കുറച്ചും കൂടി പ്ലീസിങ് ആൻഡ് അപ്പീലിംഗ് ആയിട്ട് തോന്നി. പ്രമോദും നല്ലൊരു എഫേർട്ട് എടുത്തു, ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഈ പറയണ പോലെ ആദ്യമായിട്ടൊരു ഡബ്ബിംഗ് റൗണ്ടിൽ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടെൻഷനും നെർവസ്നെസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വിഷയമല്ല. നമുക്ക് ഒരു ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ചോദിക്കാം. ഇതിലൊരു കുറ്റം പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കുറ്റം പറഞ്ഞാലും പറഞ്ഞിരിക്കും, പക്ഷേ ഒരു കുറ്റം പറയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുട്ടി കുറച്ച് ആ ഫീലിങ്ങിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തൻ്റെ മനസ്സിലതുണ്ടായില്ല. ടെൻഷൻ കൊണ്ടാണ്. ടെൻഷൻ ഉണ്ടാവാം, ഉണ്ടായില്ല. കാരണം അതിനൊരു ശ്രമം വേണം. നിങ്ങൾ ഡബിന്നൊക്കെ തെറ്റിക്കോട്ടെ, പക്ഷേ നിങ്ങൾ അതൊരു പ്രണയ പരിഭവത്തിൻ്റെ ഒരു മൂഡാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു പ്രണയ പരിഭവത്തിൻ്റെ ഗൗരവം അല്ലേ? പ്രേമിച്ചിട്ടുണ്ടോ? ഉണ്ടോ? താനിങ്ങനത്തെ സിറ്റുവേഷനൊന്നും കടന്നു വന്നിട്ടില്ല? അപ്പോൾ ആ ഒരു മൂഡിലേക്ക് എത്താൻ പറ്റില്ല. അല്ല, ഇതാണ് നമുക്ക് ജീവിതാനുഭവങ്ങൾ വേണമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാലേ ഒരു നടനാൻ പറ്റുള്ളൂ, ഒരു നടിയാവാൻ പറ്റുള്ളൂ. അനുഭവങ്ങൾ വേണം, നല്ല അനുഭവങ്ങൾ വേണം. അപ്പോഴേ പ്രേമിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. പ്രേമിക്കുമ്പോൾ എങ്ങനെ പരിഭവിക്കുക, എങ്ങനെ പിണങ്ങുക, എങ്ങനെ പ്രണയം കൂടുതലുണ്ടാകുമ്പോൾ എങ്ങനെയാണ് തോന്നുക, ഇതൊക്കെ അനുഭവിച്ചാലേ നമുക്കിത് കൃത്യമായിട്ട് ആവിഷ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തനിക്ക് അത് ശരിക്കും പ്രണയ പരിഭവം ഫീൽ ചെയ്തില്ല. അപ്പോൾ ഡബ്ബിങ്ങൊക്കെ വാക്കുകളൊക്കെ അങ്ങോട്ട് തെറ്റിയാലും ആ ഇമോഷൻ വന്നാൽ നന്നായിരുന്നു. അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. ഈ കുട്ടി ഒരു ഭാഗത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് മാറിപ്പോയി. ഞാൻ ഇങ്ങനെ ഗ്രാജുവലി കയറി വരുന്നുണ്ട്. ഒരു ഭാഗത്ത് പെട്ടെന്ന് ഇത്തിരി ഗൗരവം കൂടി സങ്കടത്തിൻ്റെ ഇടയിൽ. എങ്കിലും ആ എമോഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, അത് മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രമോദ്, പ്രമോദിൻ്റെ ഗ്രൂമിങ്ങിൽ കണ്ട ടെൻഷൻ അതേപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. യു ഹാവ് ടു ഓവർകം ദീസ് കൈൻഡ് ഓഫ് ടെൻഷൻ. എന്താണ് നമ്മളത് നമുക്ക് ഇപ്പം ഓഫ് കോഴ്സ് ഞാൻ ഇതിനെ അങ്ങനെ ഒരു വല്ലാതെ അങ്ങോട്ട് എനിക്ക് വിമർശിക്കാനും പറ്റില്ല. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ കണ്ടസ്റ്റൻസും വരുമ്പോഴും പറയുന്നുണ്ട്, വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പോലും 3-4 പ്രാവശ്യം ഓരോ കഷ്ണമായിട്ടാണ് ഡബ് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ എടുക്കുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം, ആസ് എൻ ആക്ടർ, യു ആർ എൻ ആക്ടർ ബേസിക്കലി, അല്ലേ? ഈ ഡയലോഗ് ഒന്ന് ഹൃദയസ്ഥമാക്കുക എന്നുള്ളതാണ്. ആകെ അതിനകത്ത് 4-5 ഡയലോഗേ ഉള്ളൂ. ഞാൻ പ്രമോദിനെ ശ്രദ്ധിക്കായിരുന്നു. പ്രമോദ് അങ്ങോട്ട് നോക്കുന്നേ ഇല്ല. യു ആർ ഓൾവേസ് ഇൻ യുവർ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന കടമ്പയൊന്ന് കടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനെക്കാട്ടിലും മെച്ചപ്പെടുത്താമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അക്ഷരടയിൽ ലോയി സാർ പറഞ്ഞ പോലെ തന്നെ ദ വർ ലോട്ട് ഓഫ് ഗുഡ് മൊമെൻറ്റ്സ് ഇൻ ഇറ്റ്. നല്ല ഒരു ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഒരു ഇരുത്തം വന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ട്യൂൺ പോലും എനിക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് എഫേർട്ട്. ഓക്കെ, ആൻഡ് പ്രമോദ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. പ്രമോദ് വന്നിട്ട് ശരിയാവില്ല, ഞാൻ ഇത് ഡബ് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള തോന്നലിൽ അങ്ങോട്ട് ചെയ്തു. പിന്നെ വോയിസ്, നമുക്ക് ആ എക്സ്പ്രഷൻ, അവിടെ എന്താണ് ആ സീനിൻ്റെ ഇമോഷൻ എന്താണോ അത് വോയിസിൽ വരണം. അതാണ് ഡബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ
അക്ഷര വാസ് ഗുഡ്. ചെറുതായിട്ടൊരു ഒരു ഡ്രോപ്പ് പോലെ വന്നെങ്കിലും യു മെയിൻറ്റെയിൻ ദാറ്റ്. അറ്റ്ലീസ്റ്റ് ആ ഒരു ഇമോഷൻ മനസ്സിലാക്കിയിട്ട് അക്ഷര ഡബ് ചെയ്തു. നന്നായിരുന്നു അത്. ഓക്കെ.